വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നാം കർത്താവിൽ നിന്ന് ദിവ്യമായ രോഗശാന്തിയും ആരോഗ്യവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥനയിൽ അവനോട് അപേക്ഷിക്കണം. ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു, ഒരു പിതാവ് തന്റെ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ കർത്താവ് തന്റെ ഭക്തന്മാരോട് കരുണ കാണിക്കുന്നു. അവന്റെ കരുണ അതിരറ്റതാണ്. അവൻ തന്റെ മക്കളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്നതിൽ സന്തോഷിക്കുന്നു. ഹിസ്കിയ രാജാവിന്റെ കാലത്ത് അവൻ ഗുരുതരമായ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ മകനായ യെശയ്യാവ് പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് പ്രഖ്യാപിച്ചു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും, ജീവിച്ചിരിക്കുകയില്ല എന്ന്. ഇത് യെശയ്യാവ് 38:1 കാണാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിലേക്ക് തിരിച്ച് യഹോവയുടെ മുൻപാകെ കരഞ്ഞു. കർത്താവേ, ഞാൻ സത്യത്തോടും വിശ്വസ്ത ഹൃദയത്തോടും കൂടെ നിന്റെ മുൻപാകെ നടന്നു. നിന്റെ ദൃഷ്ടിയിൽ നല്ലത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഇത് യെശയ്യാവ് 38:2-3 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും എന്ന്. ഇത് യെശയ്യാവ് 38:4-5 കാണുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം ഹിസ്കിയാവ് സുഖം പ്രാപിച്ചു. അവന്റെ ആയുസ് ദീർഘിച്ചു. അവന്റെ ശക്തി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് പരിഗണിക്കുക. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ തന്റെ രോഗത്താൽ മരിക്കുമായിരുന്നു. എന്നാൽ അവൻ കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കുകയും ചെയ്തതിനാൽ അവന് അത്ഭുതകരമായ രോഗശാന്തിയും ദീർഘായുസ്സും ലഭിച്ചു. മോശയുടെ സഹോദരിയായ മിരിയാമിന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ മോശ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ദൈവമേ, ദയവായി അവളെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചു. ഇത് സംഖ്യാപുസ്തകം 12:13 കാണാൻ സാധിക്കുന്നു. അവന്റെ പ്രാർത്ഥനയാൽ പ്രേരിതനായ കർത്താവ് അവളെ സുഖപ്പെടുത്തി. അതുപോലെ അബിമേലെക്ക് രാജാവ് തന്റെ പാപത്തിന് ന്യായവിധി നേരിട്ടു. കർത്താവ് തന്റെ കുടുംബത്തിന്റെ ഗർഭപാത്രങ്ങൾ അടച്ചു. എന്നാൽ അബിമേലെക്ക് അനുതപിക്കുകയും അബ്രഹാം അവനുവേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തുകയും അവന്റെ കുടുംബത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഉൽപ്പത്തി പുസ്തകം 20:17-18 കാണാൻ സാധിക്കും. കഠിനമായ കഷ്ടതകൾ സഹിച്ച ദാവീദ് രാജാവ് പോലും പ്രാർത്ഥന നിർത്തിയില്ല. തന്റെ കഷ്ടതയിൽ അവൻ നിലവിളിച്ചു, കർത്താവെ, എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ബലഹീനനാണ്. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ അസ്ഥികൾ കലങ്ങിയിരിക്കുന്നു, എൻ്റെ പ്രാണനും വളരെ അസ്വസ്ഥമാണ്. എന്നാൽ നീ, കർത്താവെ, എത്രത്തോളം എന്ന്. ഇത് സങ്കീർത്തനം 6:2-3 കാണാൻ സാധിക്കുന്നു. കർത്താവ് അവന്റെ നിലവിളി കേട്ടു, അവനെ സുഖപ്പെടുത്തി, അവന് ദീർഘായുസ് നൽകി. ദൈവമക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തോടെ തന്നെ അന്വേഷിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. നിങ്ങളുടെ ശബ്ദം അവനിലേക്ക് ഉയർത്തുക, അവൻ ഉത്തരം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 7:7-8 യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 5, 6, 7 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 11-1-18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.